കോടതിയുടെ അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് പെരിങ്ങാട് പുഴ കണ്ടൽ റിസർവ് വനമാക്കുന്നതിന്റെ പിൻവലിക്കൽ നടപടി ആരംഭിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. മുരളി പെരുന്നെല്ലി എം.എൽ.എ. നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായാണ് വനം മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും തണ്ണീർത്തടങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി 15/2/2021 സർക്കാർ കേരള വനനിയമം 1961 സെക്ഷൻ 4 പ്രകാരം പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ പ്രദേശം ഭൂരിഭാഗവും സ്വാഭാവികമായി ഒഴുകുന്ന പുഴയായതിനാൽ പൂർണ്ണമായും ജനവാസ മേഖലകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് പ്രദേശവാസികളുടെ ആവാസവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതായും പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നതിലൂടെ വെള്ളപ്പൊക്കവും ഉപ്പുവെള്ളം കയറലും രൂക്ഷമാകുന്നതായും ജനപ്രതിനിധികളുടെ ശക്തമായ ഇടപെടലുകളും പൊതുജന എതിർപ്പും ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 22/3/2025 വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രാഥമിക റിസർവ് വിജ്ഞാപനം കൊണ്ടുള്ള ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും പുഴയെയും പരിസ്ഥിതിയെയും ഫലപ്രദമായി സംരക്ഷിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടില്ലെന്നും വിലയിരുത്തി. പൂർണ്ണമായും സ്വാഭാവിക പുഴയായി നിലനിൽക്കുന്ന പ്രദേശം വനമേഖലയല്ലാത്തതാണ്. വീട്ടിയാല പ്രകാരം പുഴയായ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പെരിങ്ങാട് പുഴ മഴക്കാലത്ത് അധിക ജലം കടലിലേക്ക് ഒഴുക്കുന്നതിനും അതുപോലെ നീരൊഴുക്കിന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ചെളിയും മണ്ണും അടിഞ്ഞ് കൂടിയിരിക്കുകയാണ്. അതുമൂലം പ്രദേശത്തെ കൃഷിയിടത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഏക്കർ കണക്കിന് നെൽകൃഷി നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന. അതിനാൽ വിജ്ഞാപനം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ നടപടികൾ ആരംഭിക്കുന്നതിന് തീരുമാനിക്കുകയും സെറ്റിൽമെന്റ് ഓഫീസർ കൂടിയായ തൃശൂർ RDO റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തു. RDOയുടെ റിപ്പോർട്ട് പ്രകാരം റവന്യൂ രേഖകളിൽ പ്രസ്തുത ഭൂമി പുഴ എന്ന നിലയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫീൽഡ് പരിശോധനയിൽ നോട്ടിഫൈ ചെയ്ത ഭൂമിയുടെ ഭൂരിഭാഗവും ഒഴുകുന്ന പുഴയാണെന്നും ഏകദേശം 5 ഹെക്ടർ പ്രദേശത്തോളം മാത്രമാണ് കണ്ടൽക്കാടുകൾ ഉള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. റദ്ദാക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് വേണ്ടി സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി അദ്ദേഹം വളരെ വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് തുടർന്ന് 21/8/25, 23/10/25, 2/12/25, 31/12/25 പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയ കത്തിന് ഒന്നിനും വനം വകുപ്പിന്റെ മറുപടി പോലും ലഭിച്ചിട്ടില്ല. അടിയന്തരമായി ഇത് റദ്ദ് ചെയ്ത് പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. പ്രാഥമിക വിജ്ഞാപനം മൂലം പുഴയിലെ എക്കൽ നീക്കം ചെയ്യുന്നതിനും പ്രളയ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തടസ്സം നേരിടുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടാതെ പ്രസ്തുത പ്രദേശത്ത് 5.802 ഹെക്ടർ ഭൂമി കയ്യേറ്റം നടന്നതായും വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് മണൽ നീക്കാൻ ജില്ലാ കളക്ടർ 29/5/2025 ഉത്തരവിടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 1980 വനസംരക്ഷണ നിയമത്തിൽ 2023 വന്ന ഭേദഗതിയും സുപ്രീംകോടതിയുടെ ഗോദവർമ്മൻ കേസിലെ വിധിയും പ്രകാരം സർക്കാർ ഗസറ്റിൽ വനമായി വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഈ സാഹചര്യം പരിഗണിച്ച് ഹൈക്കോടതിയുടെ അനുമതി ലഭ്യമാക്കുന്നതിനായി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയും തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയും ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിജ്ഞാപനം പിൻവലിക്കുന്നതിനുള്ള തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും 1980 വന സംരക്ഷണ നിയമത്തിൽ 23 വന്ന ഭേദഗതി സുപ്രീം കോടതിയുടെ ഗോദവർമ്മൻ കേസിലെ വിധിയും പ്രകാരം സർക്കാർ ഗസറ്റിൽ വനമായി വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം വൺ ലൈഫ് വൺ എർത്ത് എന്ന സംഘടന സമർപ്പിച്ച ഹൈക്കോടതിയിലെ പരാതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കോടതിയുടെ അനുമതിയും ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയും തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയും ലഭ്യമാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിജ്ഞാപനം പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഭാഗമായി പുഴയിൽ അടിഞ്ഞുകൂടിയ ചളിയും മണലും നീക്കം ചെയ്യാനുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പുറപ്പെടുവിക്കുകയും പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ബഹുമാനപ്പെട്ട MLA യുമായും ജില്ലാ കളക്ടറുമായും സംസാരിച്ച് സ്വീകരിക്കുന്നതാണ്.